നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ഇറാന്റെ ഏറ്റവും വലിയ ശത്രു ആരാണ് എന്ന ചോദ്യത്തിന് ഇപ്പോൾ ഒന്നേ ഉള്ളൂ ഉത്തരം: ഇസ്രായേൽ. ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ശത്രു ഹമാസും ഹിസ്ബുള്ളയും ഒന്നുമല്ല, അത് ഇറാൻ തന്നെയാണ്. തുല്യ ശക്തികളായ ഈ രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ വിജയമാർക്ക് എന്നത് നിർണ്ണയിക്കാനാവാത്ത ഒന്നു തന്നെയാണ്. ഇപ്പോൾ ഇറാൻ ഇസ്രായേലിലേക്ക് ഏറ്റവും പ്രഹരശേഷി കൂടിയ ഫത്ത മിസൈലുകൾ അയച്ചിട്ടുണ്ട്. എന്നാൽ ഇവയെല്ലാം തന്നെ ആകാശത്ത് വെച്ച് തകർത്ത് എറിഞ്ഞുകളഞ്ഞു ഇസ്രായേൽ. ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ പൊതുവായ അതിർത്തി പങ്കിടുന്നില്ല. എന്നിട്ടും ഒരു ശീതയുദ്ധം ഇറാനും ഇസ്രായേലിനും ഇടയിൽ പണ്ട് മുതൽക്ക് തന്നെ നിലനിൽക്കുന്നു. എന്നാൽ അതിനു മുൻപ് ഇരു രാജ്യങ്ങളും ഉറ്റ സുഹൃത്തുക്കളുമായിരുന്നു. ഇറാന് സൈനികാഭ്യാസത്തിന്റെ ഉയരങ്ങളിലേക്ക് കൈപിടിച്ചു കയറ്റിയത് ഇസ്രായേലാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ പക്ഷേ രണ്ട് രാജ്യങ്ങളും പരസ്പരം പോരടിക്കാൻ ആയുധങ്ങളും പടക്കോപ്പുകളും വാങ്ങിക്കൂട്ടുകയാണ്. ഈ രണ്ട് രാജ്യങ്ങളുടെയും സൈനിക ശക്തിയും ആയുധശക്തിയും ഒന്ന് താരതമ്യം ചെയ്തു നോക്കാം. വളരെ ചെറിയ രാഷ്ട്രമാണ് ഇസ്രായേൽ. എന്നാൽ 1.7 ലക്ഷം സൈനികരാണ് ഇസ്രായേലിന് സ്വന്തമായിട്ടുള്ളത്. 4.65 ലക്ഷം റിസർവ് സൈനികരും 35,000 പാരാമിലിറ്ററി സേനാംഗങ്ങളും ഇസ്രായേലിനുണ്ട്. ഇറാനാകട്ടെ 6.1 ലക്ഷം സൈനികരുണ്ട്. 3.5 ലക്ഷം റിസർവ് സൈനികരും 2.2 ലക്ഷം പാരാമിലിറ്ററി സൈനികരുമുണ്ട്. വ്യോമക്കരുത്ത് കണക്കാക്കുകയാണെങ്കിൽ ഇസ്രായേലിന് 612 വിമാനങ്ങളാണുള്ളത്. ഇതിൽ 345 എണ്ണം ഫൈറ്റർ ജെറ്റുകളാണ്. 43 അറ്റാക്ക് ഹെലികോപ്റ്ററുകളുണ്ട്. ഇറാന് 551 വിമാനങ്ങളുണ്ട്. 312 ഫൈറ്റർ വിമാനങ്ങളാണ്. 5ഓളം അറ്റാക്ക് ഹെലികോപ്റ്ററുകളും ഇറാനുണ്ട്. ഇസ്രായേലിന്റെ വ്യോമസേനയ്ക്ക് സാങ്കേതികപരമായി മൂർച്ച ഇത്തിരി കൂടുതലാണ്. ഗ്രൗണ്ട് ഫോഴ്സുകളുടെ കരുത്തെടുക്കുകയാണെങ്കിൽ 10,000 ടാങ്കുകളാണ് ഇറാനുള്ളത്. ഇസ്രായേലിന് 400ഉം. ഇറാന് 7,000 ആർട്ടിലറി ഗണ്ണുകളുള്ളപ്പോൾ ഇസ്രായേലിന് 530 മാത്രമാണ്. വ്യോമസേനയിലെ പോലെ തന്നെ ഇസ്രായേലിന് ഗ്രൗണ്ട് ഫോഴ്സ് യുദ്ധോപകരണങ്ങളുടെ കാര്യത്തിൽ സാങ്കേതികമായി മേൽക്കൈയുണ്ട്. നാവികക്കരുത്തിൽ ഇസ്രായേലിന്റെ നേവി ഇറാന്റേതിനേക്കാൾ ചെറുതാണ്. 17 അന്തർവാഹിനികൾ, 68 പട്രോൾ വെസൽ, യുദ്ധക്കപ്പലുകൾ എന്നിവയാണ് ഇറാനുള്ളത്. എന്നാൽ തങ്ങളുടെ മുഖമുദ്രയായ സാങ്കേതിക വൈദഗ്ധ്യം നേവിയിൽ കൊണ്ടുവരാൻ ഇസ്രായേൽ ശ്രമിച്ചിട്ടുണ്ട്. മിസൈൽ കരുത്തിൽ ഇറാൻ മുന്നിലാണ്. മേഖലയിൽ ഏറ്റവും കൂടുതൽ ബാലിസ്റ്റിക് മിസൈലുകളുള്ള രാജ്യം ഇറാനാണ്. 20 തരം ബാലിസ്റ്റിക് മിസൈലുകളും മറ്റനവധി ക്രൂയിസ് മിസൈലുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഫത്ത എന്ന ഹൈപ്പർസോണിക് മിസൈലും ഇറാന്റെ സ്വന്തമായുണ്ട്. ഇസ്രായേലിൽ എവിടെയും ആക്രമണം നടത്താൻ അനുവദിക്കുന്ന റേഞ്ചുള്ള ഖൈബർ ബസ്റ്റർ മിസൈൽ ഇറാൻ ഇടയ്ക്ക് പുറത്തിറക്കിയിട്ടുണ്ട്. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ അകലം 1000 കിലോമീറ്ററാണ്. എന്നാൽ ഇസ്രായേലിന്റെ കൈവശവും വളരെ അപകടകരവും സാങ്കേതിക കൃത്യതയും ഒത്തുചേർന്ന ലോങ് റേഞ്ച് മിസൈലുകളുണ്ട്. ജെറിക്കോ ശ്രേണിയിലുള്ള മിസൈലുകളാണ് ഇതിന് ഒരു പ്രധാന ഉദാഹരണമായി കാണിക്കുന്നത്. ഇറാനും ഇസ്രായേലുമായുള്ള ബന്ധത്തിൽ പല വഴിത്തിരിവുകളും കലുഷിത സാഹചര്യങ്ങളുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇസ്രായേൽ രൂപീകൃതമായ ശേഷം അതിനെ രണ്ടാമതായി അംഗീകരിച്ച ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യമായിരുന്നു ഇറാൻ. ആദ്യം അംഗീകരിച്ചത് തുർക്കിയാണ്. ഇസ്രായേലും ഇറാനും തമ്മിൽ 30 വർഷത്തോളം ഈ സൗഹൃദം നിലനിന്നിരുന്നു. സോവിയറ്റുകളുമായി അകൽച്ചയും US-ഉമായി അടുത്ത ബന്ധവും പുലർത്തിയിരുന്ന ഷാ ഭരണകൂടമായിരുന്നു ഇതിന് കാരണമായിട്ടുണ്ടായിരുന്നത്. 1951 ഇറാനിൽ അധികാരത്തിൽ വന്ന പ്രധാനമന്ത്രി മുഹമ്മദ് മുസാദിഖിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഇസ്രായേലുമായുള്ള ഇറാന്റെ ബന്ധം വിച്ഛേദിച്ചു. മുസാദിഖ് ഇസ്രായേലിനെ US-ന്റെ വലങ്കൈയാണ് കണ്ടിരുന്നത്. പിന്നീട് CIA നടത്തിയ അജാക്സ് അട്ടിമറിയിൽ മുസാദിഖ് പുറത്തായി. ഇതിനുശേഷം ഷാ ഭരണകൂടം ഇറാനിൽ പൂർണ്ണ നിയന്ത്രണത്തിൽ വന്നു. ഇസ്രായേലിന് വളരെ അനുകൂലമായൊരു സാഹചര്യമായിരുന്നു ഇത്. ഇരു രാജ്യങ്ങളും എംബസികൾ സ്ഥാപിച്ചിരുന്നു. നയതന്ത്ര ഉദ്യോഗസ്ഥരെ ഏർപ്പെടുത്തിയിരുന്നു. ഇസ്രായേലിന് വലിയ തോതിൽ എണ്ണ ഇറാനിൽ നിന്ന് ഇറക്കുമതി ചെയ്തിരുന്നു. എന്നാൽ 1979 ഇറാനിൽ ഇസ്ലാമിക വിപ്ലവം ഉണ്ടായി. ഭരണമാറ്റം നടന്നു. നയതന്ത്ര ബന്ധങ്ങളെല്ലാം ഇതോടെ വിച്ഛേദിക്കപ്പെട്ടു. ഇറാൻ ആണവശക്തിയാകുമോ എന്നതാണ് ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആശങ്കകളിൽ ഒന്ന്. ഇതിനെ ചെറുക്കാനുള്ള പല ശ്രമങ്ങളും ഇസ്രായേൽ നടത്തിയിട്ടുണ്ട്. ഇതിൽ പ്രധാനമാണ് ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ നിലയങ്ങളിൽ നടത്തിയ ആക്രമണങ്ങൾ. നടാൻസ് ഉൾപ്പെടെ ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ നിലയങ്ങളിൽ നടന്ന സൈബർ ആക്രമണങ്ങൾക്ക് പിന്നിൽ ഇസ്രായേൽ ആണ് എന്ന് ഇറാൻ ആരോപിക്കുന്നുണ്ട്. തങ്ങളുടെ പ്രതിരോധ വിദഗ്ധരും ശാസ്ത്രജ്ഞരും ഒക്കെ കൊല്ലപ്പെട്ടതിന്റെ പിന്നിലും ഇസ്രായേൽ ആണെന്നാണ് ഇറാൻ വളരെ വലിയ ആരോപണം തന്നെ പലപ്പോഴായിട്ട് ഉന്നയിച്ചിട്ടുള്ളത്. ഇറാനിലെ ഇസ്ഫഹാൻ പ്രവിശ്യയിലാണ് നടാൻസ് ആണവ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 19,000 സെൻട്രിഫ്യൂജുകൾ ഇവിടെ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്.
2007 മുതൽ 2010 വരെയുള്ള കാലയളവിൽ വലിയ സൈബർ ആക്രമണ പരമ്പരകൾ ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ സംഭവിച്ചിട്ടുണ്ട്. ഇതെല്ലാം വളരെ ലോകശ്രദ്ധ നേടിയിട്ടുള്ളതുമാണ്. ഇസ്രയേലി ഇന്റലിജൻസ് സംഘടനകളുടെ പങ്ക് ഇതിൽ ആരോപിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. സ്റ്റക്സ്നേറ്റ് എന്നറിയപ്പെടുന്ന ഒരു വേം പ്ലാന്റിനെ ആണ് സൈബർ ശൃംഖലയിലേക്ക് കടത്തിവിട്ടാണ് ഈ ആക്രമണം നടത്തിയത്. പേജറിന് മുൻപ് മൊസാദ് പുറത്തിറക്കിയതാണ് ഈ സ്റ്റക്സ്നേറ്റ് എന്നത്. ഇറാന്റെ നടാൻസ് ആണവ നിലയത്തിൽ 2010 വൻ സൈബർ ആക്രമണം നടന്നത്. ലോകശ്രദ്ധ നേടിയ ഈ ആക്രമണം സൈബർ സുരക്ഷാ രംഗത്ത് വലിയ ചർച്ചകൾക്കും പഠനങ്ങൾക്കും വഴിവെച്ചിരുന്നു. ഇസ്രയേൽ US സഹകരണത്തിലാണ് സ്റ്റക്സ്നേറ്റ് വികസിപ്പിച്ചത് എന്ന് കരുതപ്പെടുന്നു. യുറേനിയം സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംവിധാനങ്ങളെ നിയന്ത്രിക്കുന്ന കമ്പ്യൂട്ടറുകളെ മാത്രമാണ് സ്റ്റക്സ്നേറ്റ് ലക്ഷ്യം വെച്ചത്. ലോകത്തിലെ ആദ്യത്തെ സൈബർ യുദ്ധ ആയുധമായിരുന്നു സ്റ്റക്സ്നേറ്റ് എന്നാണ് വിശേഷിപ്പിക്കപ്പെട്ടത്. ഇസ്രയേൽ ഭീഷണിയെ ചെറുക്കാനായി ഇടയ്ക്ക് ഭൂഗർഭ ആണവ കേന്ദ്രം നടാൻസിൽ ഇറാൻ നിർമ്മിക്കുന്നുവെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇറാൻ ആണവശക്തിയാകുന്നതിന്റെ പടിവാതിൽക്കൽ നിൽക്കുന്ന രാജ്യമാണ് എന്നാണ് രാജ്യാന്തര ആണവോർജ ഏജൻസിയുടെ വിലയിരുത്തൽ. 1969 US നിന്ന് ഫാന്റം വിമാനം വാങ്ങിയപ്പോൾ അന്നത്തെ US ആഭ്യന്തര സെക്രട്ടറി ഹെൻറി കിസിഞ്ചറിന് ഇസ്രയേൽ ഒരു വാക്ക് കൊടുത്തിരുന്നു. മധ്യപൂർവ്വ ദേശത്ത് ആദ്യമായി അണുവായുധങ്ങൾ കൊണ്ടുവരുന്നത് തങ്ങളായിരിക്കില്ല എന്നതാണ് ഈ വാക്ക്. ഇതിന് മറ്റൊരു അർത്ഥം കൂടിയുണ്ട്. തങ്ങളുടെ അയൽ രാജ്യങ്ങളിൽ ആരെങ്കിലും അണുവായുധം വികസിപ്പിക്കുന്നു എന്ന് മനസ്സിലായാൽ തങ്ങളും അത് വികസിപ്പിക്കും എന്ന് തന്നെയായിരുന്നു ഇതിന്റെ അർത്ഥം. ഇസ്രയേലിന്റെ അണുവായുധങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്നും ഒരു പുകമറയ്ക്കുള്ളിലാണുള്ളത്. ഇവയുണ്ട് എന്നോ ഇല്ല എന്നോ ഇസ്രയേൽ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അതൊന്നും അംഗീകരിക്കുന്നില്ല. പക്ഷേ ഈ പറഞ്ഞതൊന്നും തന്നെ, അഥവാ ഇങ്ങനെ അണുവായുധങ്ങൾ ഇസ്രയേൽ വികസിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരിക്കലും ഇസ്രയേൽ അത് നിഷേധിച്ചിട്ടില്ല. പക്ഷേ ലോകത്ത് നല്ലൊരു ശതമാനം വിദഗ്ധർ ഇസ്രയേൽ ആണവശക്തി ആണെന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ലോകത്തെ 9ാമത്തെ ആണവശക്തിയാണ് ഈ രാജ്യം. ആണവ നിർവ്യാപന കരാറിൽ പക്ഷേ ഒരിക്കലും ഇസ്രയേൽ ഒപ്പുവെച്ചിട്ടില്ല. ബെഗിൻ ഡോക്ട്രിൻ എന്ന ഒരു നയം അനുസരിച്ച് തങ്ങളുടെ എതിരാളികൾ ആരെങ്കിലും അണുവായുധ ശേഷി വികസിപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് മുളയിലെ നുള്ളാൻ ശ്രമിക്കുക എന്നത് ഇസ്രയേലിന്റെ ഒരു ശീലമാണ്. 1981 ജൂൺ 7 ഇറാഖിലെ ഓസിറാക്കിലുള്ള ആണവ റിയാക്ടർ ഇതുപോലെ തകർത്തെറിഞ്ഞു. ഇവിടെ അണുവായുധം വികസിപ്പിക്കുമെന്ന് ആരോപിച്ചായിരുന്നു ഇത്. 2018 സിറിയയിലെ അൽക്കിബർ ആണവ കേന്ദ്രവും ഇസ്രയേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ തകർത്തിട്ടുണ്ട്. ഇസ്രയേലിന് 90 പ്ലൂട്ടോണിയം ന്യൂക്ലിയർ ആയുധങ്ങൾ ഉണ്ട് എന്നും 100 മുതൽ 200 വരെ ആയുധങ്ങൾ ഉണ്ടാക്കാനുള്ള പ്ലൂട്ടോണിയം ശേഷിയുണ്ട് എന്നുള്ളതും ശക്തമായ അഭ്യൂഹമാണ്. എന്നാൽ ഇസ്രയേൽ സ്വന്തം നിലയിൽ ആണവായുധ പരീക്ഷണങ്ങളൊന്നും തന്നെ ഇതുവരെ ശ്രദ്ധ തേടുന്ന തരത്തിൽ നടത്തിയിട്ടില്ല. യൂറോപ്പിലെ മറ്റു ചില രാജ്യങ്ങളുടെ സഹായത്തോടെ ഇസ്രയേൽ പരീക്ഷണങ്ങൾ നടത്തിയെന്ന് വാദിക്കുന്നവരുണ്ട്. 1979 ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സംഭവിച്ച വേല സംഭവം ഇസ്രയേലിന്റെ ആണവായുധ പരീക്ഷണമാണെന്നാണ് വാദങ്ങളുള്ളത്. മധ്യ ഇസ്രയേലിൽ ഷൊറേക്ക ന്യൂക്ലിയർ റിസർച്ച് സെന്റർ എന്ന സ്ഥാപനത്തിൽ വിവിധ ആണവ പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് ആരോപണം വരുന്നത്. ആണവായുധങ്ങളെ വഹിക്കാനുള്ള ശേഷി ഇസ്രയേലിനുണ്ട്. F-15, F-16, F-35 തുടങ്ങിയ US നിർമ്മിത വിമാനങ്ങൾക്ക് ന്യൂക്ലിയർ ഗ്രാവിറ്റി ബോംബുകൾ ഏറ്റാനുള്ള ശക്തിയുള്ളതാണ്. F-15 വിമാനത്തിന് 3500 കിലോമീറ്ററാണ് റേഞ്ച്. 2024 തന്നെ സ്റ്റെൽത്ത് സംവിധാനങ്ങളുള്ള വിമാനങ്ങൾ US നിന്ന് വാങ്ങാനും ഇസ്രയേലിന് കരാറായിട്ടുണ്ട്. കടൽ മാർഗമുള്ള സൈനിക രീതികൾ ഇസ്രയേലിന് കുറവാണെങ്കിലും അവരുടെ കയ്യിലുള്ള 6 ഡോൾഫിൻ ക്ലാസ് മുങ്ങിക്കപ്പലുകൾക്ക് അണ്വായുധ വാഹക ശേഷിയുണ്ട് എന്ന് വിദഗ്ധർ പറയുന്നു. ഇക്കാര്യത്തിൽ പക്ഷേ ഒരു ഉറപ്പും ഇസ്രയേൽ നൽകിയിട്ടില്ല. ഇസ്രയേലിന്റെ ആവനാഴിയിലുള്ള ജെറിക്കോ 2, ജെറിക്കോ 3 വിമാനങ്ങൾക്കും അണ്വായുധ പോർമുനകളെ വഹിക്കാമെന്നാണ് കരുതുന്നത്. 1500-4000 കിലോമീറ്ററുകൾ റേഞ്ച് ഉള്ളവയാണ് ഇവയെല്ലാം. ഇത്തരത്തിൽ 100ഓളം മിസൈലുകളാണ് ഇസ്രയേലിന്റെ ആയുധപ്പുരയിലുള്ളത്. ഇറാനിലെ ആണവ റിയാക്ടറുകളിൽ വൈറസ് ആക്രമണം നടത്തുന്നതും അവിടുത്തെ ആണവ ശാസ്ത്രജ്ഞരുടെ കൊലപാതകങ്ങളിൽ മൊസാദിനുള്ള കൈയുമെല്ലാം ഇതോട് ചേർത്ത് തന്നെയാണ് കൂട്ടിവായിക്കപ്പെടുന്നത്. മലയാളി വാർത്ത പ്ലസ്.